സ്വകാര്യ സർവകലാശാലയ്ക്ക് മന്ത്രിസഭ അനുമതിച്ചതോടെ കേരളത്തിലേക്ക് എത്താൻ താൽപര്യം പ്രകടിപ്പിച്ച പ്രമുഖ സർവകലാശാലകൾ അസീം പ്രേംജി സർവകലാശാല, ലൗലി പ്രൊഫഷണൽ, അമിറ്റി അടക്കമുള്ള സർവകലാശാലകളാണ് കേരളത്തിലേക്ക് എത്തുക. സ്വകാര്യ സർവകലാശാല ബിൽ സഭയിൽ എപ്പോൾ അവതരിപ്പിക്കുമെന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. സെയ്ഫ് സൈലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, പലരും അഭിപ്രായപ്പെടുന്നുണ്ട്, വിദഗ്ധരൊക്കെ വൈകി വന്ന വിവേകം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഒരുപാട് സർവകലാശാലകൾ ഈ താല്പര്യം അറിയിക്കുന്നുണ്ട്. ആരൊക്കെയാണ്, എങ്ങനെയായിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക്? കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് എടുത്തത്. അതിന് പിന്നാലെ തന്നെ ഈ വിവിധ സർവകലാശാലകൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാലകൾ ഇതിനകത്ത് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതും ഇന്ത്യയിൽ അറിയപ്പെടുന്ന വമ്പന്മാരായിട്ടുള്ള സർവകലാശാലകളാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംസ്ഥാന സർക്കാരിനെ ഇതിനോടകം തന്നെ അവർ സമീപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അവർ സമീപിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അസീം പ്രേംജി സർവകലാശാല, ലൗലി പ്രൊഫഷണൽ, അമിറ്റി അടക്കമുള്ള സർവകലാശാലകളാണ് കേരളത്തിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിന്മേലുള്ള വിശദമായ ചർച്ച ഇവരുമായിട്ട് നടത്തുകയും ചെയ്യും. അത് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടായിരിക്കും ആ ചർച്ച ഉണ്ടാവുക. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനകത്തെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഈ സഭയിൽ ഇത് എന്ന് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റന്നാൾ, അതായത് 13-ാം തീയതി ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആദ്യം ആലോചിച്ചിരുന്നത്. പക്ഷേ കാര്യോപദേശക സമിതിയാണ് അതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കാര്യോപദേശക സമിതി നാളെ ചേർന്നുകൊണ്ട് അതിനകത്ത് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും തന്നെയാണ്. ശരി, സേഫ്.